Good afternoon. Good afternoon. നമ്മുടെ നവോത്ഥാന നായകന്മാരെ എടുത്തപ്പോൾ 1-2-3 പേരുടെ എടുക്കാറുണ്ടായിരുന്നു അല്ലെ? പിന്നെ എടുക്കാട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കൈക്കാട് അയ്യ എടുത്തിട്ടില്ലല്ലോ. ഇതിനോട് മെസ്സേജ് ചെയ്യട്ടോ. കൈക്കാട് അയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് കൈക്കാട് അയ്യയാണ്. ഗുരുക്കന്മാരുടെ കേൾക്കുന്നില്ലേ? ശബ്ദം ഒട്ടും ക്ലിയർ അല്ല. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കാമോ? എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. കൈക്കാട് അയ്യനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് കൈക്കാട് അയ്യ. 1814 അദ്ദേഹം ജനിക്കുന്നത്. 1814 കൈക്കാട് അയ്യയുടെ ജനനം. ജന്മസ്ഥലം തമിഴ്നാട്ടിലെ നഗലപുരം. ജന്മസ്ഥലം തമിഴ്നാട്ടിലെ നഗലപുരത്താണ് കൈക്കാട് അയ്യ ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ നഗലപുരം. ചെങ്കൽപ്പേട്ടെന്നും അതറിയപ്പെടുന്നു. ചെങ്കൽപ്പേട്ടെന്നും അറിയപ്പെടുന്നു. ജന്മസ്ഥലം നഗലപുരം, ചെങ്കൽപ്പേട്ട് എന്ന പേരിലോ അറിയപ്പെടുന്നു. പിതാവിന്റെ പേര് മുതുകുമാരൻ. പിതാവിന്റെ പേര് മുതുകുമാരൻ. മാതാവ് രുക്മിണി അമ്മാൾ. മാതാവ് രുക്മിണി അമ്മാൾ. പിതാവ് മുതുകുമാരൻ. മാതാവ് രുക്മിണി അമ്മാൾ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കമല അമ്മാൾ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കമല അമ്മാൾ. ഇനി
തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമം സുബരായ പണിക്കർ. തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമം സുബരായ പണിക്കർ. സുബരായ പണിക്കർ എന്നാണ് തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമം. തൈക്കാടയ്യയുടെ യഥാർത്ഥ നാമം എന്താണ്? സുബരയ്യ പണിക്കർ. 1909 ജൂലൈ 20 അദ്ദേഹം മരണമടയുന്നത്. 1909 ജൂലൈ 20 തൈക്കാടയ്യ മരണമടയുന്നത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ നാഗാലപുരത്താണ്. ചെങ്കൽപ്പേട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അച്ഛൻ മുത്തക്കുമാരൻ, അമ്മ രുക്മിണി അമ്മാൾ, ഭാര്യ കമലയമ്മാൾ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്, യഥാർത്ഥ നാമം എന്ന് പറയുന്നത് സുബരയ്യ പണിക്കർ എന്നാണ്. ഓക്കെ, 1909 ജൂലൈ 20 തൈക്കാടയ്യ മരണമടയുന്നത്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു അല്ലെ? ആരുടെയൊക്കെ ഗുരുവായിരുന്നു തൈക്കാടയ്യ? ആരുടെയൊക്കെ ഗുരുവായിരുന്നു തൈക്കാടയ്യ? ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ അല്ലെ? ഇവരുടെയൊക്കെ ഗുരുവായിരുന്നു തൈക്കാടയ്യ. ശ്രീനാരായണ ഗുരു ഹഠയോഗ പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? ഹഠയോഗ തൈക്കാടയ്യ. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുക്കൾ, തൈക്കാടയ്യയുടെ ഗുരുക്കന്മാരായിരുന്നു ശ്രീ ചിട്ടി പരദേശി, ശ്രീ ചിട്ടി പരദേശി, സച്ചിദാനന്ദ മഹാരാജ, സച്ചിദാനന്ദ മഹാരാജ. തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരായിരുന്നു ശ്രീ ചിട്ടി പരദേശി, സച്ചിദാനന്ദ മഹാരാജ. ഇനി ഇദ്ദേഹം സ്വന്തമായി സ്വീകരിച്ച ഒരു നാമം ഉണ്ടായിരുന്നു. തൈക്കാടയ്യ സ്വന്തമായി സ്വീകരിച്ച നാമമായിരുന്നു ശിവരാജയോഗി അയ്യാ സ്വാമികൾ. ശിവരാജയോഗി അയ്യാ സ്വാമികൾ. ശിവരാജയോഗി അയ്യാ സ്വാമികൾ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? തൈക്കാട് അയ്യ തന്നെയാണ് കേട്ടോ. ശിവരാജയോഗി അയ്യാ സ്വാമികൾ എന്നാണ് അദ്ദേഹം സ്വീകരിച്ച പേര്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമായിരുന്നു എന്ത്? സുബരയ്യ പണിക്കർ. സുബരയ്യ പണിക്കരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അദ്ദേഹം സ്വീകരിച്ച പേരാണെന്ത്? ശിവരാജയോഗി അയ്യാ സ്വാമികൾ. ശിവരാജയോഗി അയ്യാ സ്വാമികൾ എന്നാണ് അദ്ദേഹം സ്വീകരിച്ച പേര്. ഇനി അദ്ദേഹത്തെ വരേണ്യവർഗങ്ങളായവര് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ്. വരേണ്യവർഗം എന്ന് പറഞ്ഞ ഏത് വിഭാഗങ്ങളാണ്? പാണ്ടി, പറയൻ, പണലി, പറയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വരേണ്യ വിഭാഗം തൈക്കാടയ്യെ വിശേഷിപ്പിച്ചിരുന്നത് എന്താണ്? തൈക്കാട് അയ്യ എന്ന് തന്നെയാണ് കേട്ടോ. തൈക്കാട് അയ്യ എന്നാണ് വരേണ്യവർഗങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു വചനം ഇവിടെ പറയുന്നു. இந்த உலகத்தில் ஒரே ஒரு ஜாதிதான், இந்த உலகத்தில் ஒரே ஒரு ஜாதிதான், ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. എന്തായിരുന്നു ആ വചനം? இந்த ഉലകത്തില് ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതത്താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. മറ്റുള്ളവരുടെ വചനങ്ങളൊക്കെ പഠിച്ചതല്ലേ? മറ്റു നവോത്ഥാന നായകന്മാരുടെ വചനങ്ങൾ പഠിച്ചത്. അതുപോലെ തന്നെ ഒരു വചനമാണ് ഇത്. അദ്ദേഹം എന്താ പറയുന്നത്?
இந்த உலகத்துல ஒரே ஒரு ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്നാണ് അദ്ദേഹം വചനത്തിലൂടെ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പോയിന്റ് നോക്കാം. സവർണ ജാതിക്കാരെ അവർണ ജാതിക്കാരെ ഉൾപ്പെടുത്തി ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ച സമിതി പരിഷ്കർത്താവ് ആണ് പറയുന്നത്. സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? തൈക്കാടയ്യ. ഓക്കെ, പന്തി ഭോജനം തൈക്കാടയ്യ ഓർമ്മിക്കുക. ഇനി ഇദ്ദേഹത്തിന് ഏകദേശം 51 ശിഷ്യന്മാര് ഉള്ളതായിട്ട് പറയപ്പെടുന്നു. ഇദ്ദേഹത്തിന് ഏകദേശം 51 ശിഷ്യന്മാരുള്ളതായിട്ട് പറയപ്പെടുന്നു. ഇനി ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യയായിരുന്നു. ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയായിരുന്നു. ഇനി ഈ തൈക്കാട് അയ്യയും വൈകുണ്ഠ സ്വാമികളും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയിരുന്നത്? എവിടെ വെച്ചാണ്? നാഗർകോവിലാണ് തൈക്കാട് അയ്യയും വൈകുണ്ഠ സ്വാമികളും തമ്മില് കണ്ടുമുട്ടിയത്. എവിടെയാണ്? നാഗർകോവിലിൽ വെച്ചാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നാണ് തൈക്കാടയെയും വൈകുണ്ഠ സ്വാമികളും തമ്മില് കണ്ടുമുട്ടിയ സ്ഥലം നാഗർകോവിൽ. ഓക്കെ, ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആരാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്നത്? തൈക്കാടയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നതും തൈക്കാടയ്യ. ഹഠയോഗോപദേഷ്ടം എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ്. ജനങ്ങൾ തൈക്കാടയ്യ ഗുരുവിനെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്, ജനങ്ങളെ ഇദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നതാണെന്ന് സൂപ്രണ്ട് അയ്യ എന്ന്. ജനങ്ങള് ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ എന്ന്. ഇതിന് പലതരത്തിലുള്ള വിശേഷണങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? ശിവരാജയോഗി എന്ന പേര്, അതുപോലെ തന്നെ എന്താണ്, ഗുരുക്കന്മാരുടെ ഗുരു, ഹഠയോഗോപദേഷ്ടാവ്, സൂപ്രണ്ട് അയ്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ഓക്കെ, ഇനി ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ. ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. എന്തൊരാൾക്കും എന്താണ് വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആർക്കും തന്നെ വിഗ്രഹ പ്രതിഷ്ഠ നടത്താനുള്ളതില് യാതൊരു തർക്കവും ഇല്ല. ആർക്ക് വേണമെങ്കിലും തന്നെ വിഗ്രഹ പ്രതിഷ്ഠ നടത്താമെന്ന് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
ഇനി തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ പ്രസിഡന്റായി നിയമിതനായത് ആരായിരുന്നു? മക്രിഗർ ആയിരുന്നു. മക്രിഗർ ആയിരുന്നു തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ പ്രസിഡന്റ് ആയിട്ട് നിയമിതനായത് ആരായിരുന്നു? മക്രിഗർ ആയിരുന്നു. മക്രിഗർ. ഇനി മക്രിഗറെ യോഗയും തമിഴും അഭ്യസിച്ചിരുന്നത് ആരാണ്? തൈക്കാട് അയ്യയായിരുന്നു. പ്രസിഡന്റ് ആയിരുന്ന മക്രിഗറെ യോഗയും അതുപോലെ തന്നെ എന്താണ് തമിഴും അഭ്യസിപ്പിച്ചിരുന്നത് ആരായിരുന്നു? തൈക്കാട് അയ്യയായിരുന്നു. ഇനി അദ്ദേഹം തന്നെയാണ് തൈക്കാട് അയ്യയെ റെസിഡൻസിയുടെ മാനേജറായിട്ട് നിയമിതനാക്കിയത്. ഈ മക്രിഗർ തന്നെയാണ് തൈക്കാട് അയ്യയെ റെസിഡൻസിന്റെ മാനേജറായിട്ട് നിയമിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹത്തെ തമിഴും യോഗയും അഭ്യസിപ്പിച്ചതിനാല് അദ്ദേഹത്തിനോട് എന്താണ് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ റെസിഡൻസിന്റെ മാനേജറായി നിയമിക്കുകയും ആര് ചെയ്തിരുന്നു? മക്രിഗർ എന്ന റെസിഡൻസ് ഉദ്യോഗസ്ഥ നിയമിച്ചിരുന്നു. ഇനി അയ്യാസ്വാമികള് നിരവധി കാലം തന്നെ എന്താണ് ഈ മാനേജർ പദവിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 1873 മുതൽ 1909 വരെ ആയിരുന്നു അദ്ദേഹം സൂപ്രണ്ട് പദവി വഹിച്ചിരുന്ന കാലയളവ് എന്ന് പറയുന്നത്. അയ്യാസ്വാമികള് തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവ് എന്ന് പറയുന്നത് 1873 മുതൽ 1909 വരെയുള്ള കാലയളവിലാണ്. ഇനി മനോന്മണിയും സുന്ദരൻ പിള്ളയുടെയും സഹായത്തോടെ തൈക്കാടയ്യ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ. ആരൊക്കെ തമ്മിലായിരുന്നു? മനോന്മണിയും സുന്ദരൻ പിള്ളയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് കേട്ടോ. ഇവരുടെ സഹായത്തോടെ തൈക്കാടയ്യ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭ. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ചാല എന്ന സ്ഥലത്താണ് ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചാല എന്ന സ്ഥലത്താണ് ശൈവപ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ? മനോന്മണിയും സുന്ദരൻ പിള്ളയുടെയും സഹായത്തോടു കൂടി തൈക്കാടയ്യ സ്ഥാപിച്ച സ്ഥാപനത്തിന്റെ പേരാണിത് ശൈവപ്രകാശ സഭ. ഇനി തൈക്കാടയ്യയെ യോഗ അഭ്യസിച്ചത് ആരായിരുന്നു? തൈക്കാടയ്യക്ക് യോഗ അഭ്യസിപ്പിച്ചത് ആരായിരുന്നു? സച്ചിദാനന്ദ സ്വാമികളാണ്. തൈക്കാടയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമികളാണ്. തൈക്കാടയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമികളാണ്. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ആര്? തൈക്കാട് അയ്യ. പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് ആര്? തൈക്കാട് അയ്യ. ഓർത്തു വെക്കുക, പന്തിഭോജനം സംഘടിപ്പിച്ചു കൊണ്ടിട്ട് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ആരാണത്? തൈക്കാട് അയ്യയാണ്. ഓക്കെ, ഇനി തൈക്കാട് അയ്യയുടെ പ്രധാന ശിഷ്യന്മാരുടെ പേരുകൾ, ഏതാനും പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് നോക്കാം. ആരൊക്കെയായിരുന്നു? ഏകദേശം 51ഓളം ശിഷ്യന്മാരെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കുറച്ച് ശിഷ്യന്മാരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് ആരെല്ലാം ആണെന്ന് നോക്കാം.
ആദ്യത്തേത് ശ്രീ നാരായണ ഗുരു, രണ്ടാമത്തേത് ചട്ടമ്പി സ്വാമികൾ, അയ്യൻകാളി, കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ, കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാൾ, പേട്ട ഫെർണാണ്ടസ്, പേട്ട ഫെർണാണ്ടസ്, സ്വയം പ്രകാശ യോഗിനി അമ്മ, സ്വയം പ്രകാശ യോഗിനി അമ്മ, സ്വയം പ്രകാശ യോഗിനി അമ്മ, വെളുത്തേരി കേശവൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ, തക്കലാപ്പീർ മുഹമ്മദ്, തക്കലാപ്പീർ മുഹമ്മദ്, അപ്പാവു വക്കീൽ, അപ്പാവു വക്കീൽ. ഇവരൊക്കെയായിരുന്നു തൈക്കാടയുടെ പ്രധാന ശിഷ്യന്മാർ. ഏറ്റവും പ്രധാനപ്പെട്ടവർ ആരൊക്കെയായിരുന്നു? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അയ്യൻകാളി, കേരളവർമ്മ വലിയ കോഴിത്തമ്പുരാൻ, രാജാ രവിവർമ്മ, സ്വാതി തിരുനാള്. ഓക്കെ, ഇവരെന്താണ്? പ്രഗത്ഭരായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യരായത് കൊണ്ട് തന്നെ എന്താണ് അവരും എന്താണ് പ്രശസ്തിയില് ഏർപ്പെട്ടവരായിരുന്നു. ഓക്കെ, അയ്യാഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് അയ്യാ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ച വർഷം എന്നാണ്? തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം ഒരു അയ്യാ സ്വാമി ക്ഷേത്രം നിർമ്മിക്കുകയുണ്ടായി. 1943 തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥം വർഷം തോറും ക്ഷേത്രത്തിലെ ഈ ഗുരുപൂജയും നടത്തി വരുന്നുണ്ട്. 1943 അയ്യാ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. 1943 അയ്യാ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത്. ക്ലിയർ ആണോ? തൈക്കാട് അയ്യാ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ആരായിരുന്നു? തൈക്കാട് അയ്യാ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണ് കേട്ടോ. തൈക്കാട് അയ്യയുടെ ആരാധനാമൂർത്തി ശിവനാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, നിങ്ങളുടെ മെസ്സേജസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് 1984 തൈക്കാട് അയ്യാ മിഷൻ രൂപം കൊണ്ടത് 1984. അയ്യാ ഗുരുകുലം രൂപം കൊണ്ട വർഷം 1955. അയ്യാ ഗുരുകുലം രൂപം കൊണ്ടത് 1955. അയ്യാ മിഷൻ രൂപം കൊണ്ടത് 1984. അയ്യാ മിഷനും ഉണ്ട്, അയ്യാ ഗുരുകുലം ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അയ്യാ സ്വാമി ക്ഷേത്രം ഇമ്പോർട്ടന്റ് ആണ്. അയ്യാ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് 1943 സ്ഥാപിക്കപ്പെട്ടു. വർഷം തോറും എന്താണ് അദ്ദേഹത്തിലെ ഗുരുപൂജകള് നടത്തി വരുന്നുണ്ട്. ഇനി അതിലെ അയ്യാ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശിവനാണ്. ദെൻ അയ്യാ മിഷൻ രൂപം കൊണ്ടത് എന്നാണ്? 1984 അയ്യാ മിഷൻ രൂപം കൊണ്ടത്. നമ്മുടെ തൈക്കാട് അയ്യനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യാ ഗുരുകുലം രൂപം കൊണ്ട വർഷമാണ് 1955. ഇത് നമ്മള്
ഡിഫറെന്റ് ടൈപ്പിലുള്ള ഭോജനത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നമ്മൾക്ക് മാർക്ക് പോകാൻ പാടില്ല. അപ്പൊ ഒന്നൊന്ന് ശ്രദ്ധിക്കാം. സമപന്തി ഭോജനം ആരാണ്? സമപന്തി ഭോജനമാണ് തൈക്കാട് അയ്യയുടെ കേട്ടോ. സമപന്തി ഭോജനം തൈക്കാട് അയ്യ. സോറി, പന്തി ഭോജനം തൈക്കാട് അയ്യ. പന്തി ഭോജനം തൈക്കാട് അയ്യ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ഓക്കെ, അപ്പൊ നമ്മോട് ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. പന്തി ഭോജനമാണ് തൈക്കാട് അയ്യ. സമപന്തി ഭോജനം ആരാണ്? വൈകുണ്ഠ സ്വാമികള്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ദെൻ പ്രീതി ഭോജനമാണ് ആര്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, നമ്മോട് ഇങ്ങോട്ട് മാറിപ്പോവാതെ ശ്രദ്ധിച്ച് പഠിക്കാട്ടോ. ഇനി തൈക്കാട് അയ്യയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മോത്തരകാണ്ഡം, ബ്രഹ്മോത്തരകാണ്ഡം. രാമായണം പാട്ട്, രാമായണം പാട്ട്. രാമായണം സുന്ദരകാണ്ഡം, രാമായണം സുന്ദരകാണ്ഡം. രാമായണം ബാലകാണ്ഡം, രാമായണം ബാലകാണ്ഡം. എന്റെ കാശി യാത്ര, എന്റെ കാശി യാത്ര. തിരുവാരൂർ മുരുകൻ, തിരുവാരൂർ മുരുകൻ. തൈക്കാട് അയ്യയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവാരൂർ മുരുകൻ. പഴനി വൈഭവം, പഴനി വൈഭവം. ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം. ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം. ഹനുമാൻ പാമലൈ, ഹനുമാൻ പാമലൈ. കുമാരകോവിൽ കുറവൻ, കുമാരകോവിൽ കുറവൻ. ഉള്ളൂർ അമർന്ന ഗുഹൻ, ഉള്ളൂർ അമർന്ന ഗുഹൻ, ഉള്ളൂർ അമർന്ന ഗുഹൻ. ഏതെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഒരുപാട് കൃതികളുണ്ട്. അതൊക്കെയാണ് ബ്രഹ്മോത്തരകാണ്ഡം, രാമായണം പാട്ട്, ബാലകാണ്ഡം, സോറി രാമായണം ബാലകാണ്ഡം, എന്റെ കാശി യാത്ര. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രധാനപ്പെട്ടത് നോക്കുക. ഇതാണ് പ്രധാനപ്പെട്ട കൃതികൾ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അനുസരിച്ച് അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, ഇപ്പോ തൈക്കാട് അയ്യനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലാലോ? ഉണ്ടോ? നെക്സ്റ്റ് വരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി, ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പരാമർശിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം, മനസ്സാണ് ദൈവം എന്നാണ് അദ്ദേഹത്തിന്റെ വചനത്തിലൂടെ പറയുന്നത്. അദ്ദേഹം 1852 ഓഗസ്റ്റ് 26-നാണ് അദ്ദേഹം ജനിക്കുന്നത്. ഓഗസ്റ്റ് 26-നാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 26 കൊല്ലംകോട് പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത്. കൊല്ലംകോട് പാലക്കാടാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജനനം. പിതാവ് കുഞ്ഞികൃഷ്ണമേനോൻ, മാതാവ് നാണിയമ്മ, മാതാവ് നാണിയമ്മ. പിതാവിന്റെ പേര് കുഞ്ഞികൃഷ്ണമേനോൻ, മാതാവ് നാണിയമ്മ. പത്നിയുടെ പേരാണ് തവുക്കുട്ടി അമ്മ,
പത്നിയുടെ പേര്, ഭാര്യയുടെ പേര് തവുക്കുട്ടിയമ്മ. ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമമാണ് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി. ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോൻ. യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ. കാരാട്ട് ഗോവിന്ദൻ മേനോൻ. ഓക്കെ, ഞാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങള്. ഇനി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട് അയ്യയാണ്. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നതാണ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ, ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റൊരു വിശേഷണമാണ് പുരുഷസിംഹം. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പുരുഷസിംഹം. പുരുഷസിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നത് കൂടല്ലൂർ ശാസ്ത്രികളാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു കൂടല്ലൂർ ശാസ്ത്രികളാണ്. കൂടല്ലൂർ ശാസ്ത്രികളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരു. ഇദ്ദേഹം പാലക്കാട് ജില്ലയിലെ സംസ്കൃത സ്കൂളിലെ അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിലാണ് അദ്ദേഹം സംസ്കൃത അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്. പാലക്കാട് ജില്ലയിലെ സംസ്കൃത, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമാണ് പാലക്കാട്. അവിടെ തന്നെ സംസ്കൃത സ്കൂളില്, ആലത്തൂർ എന്ന സ്കൂളിൽ അദ്ദേഹം സംസ്കൃത അധ്യാപകനായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇനി അദ്ദേഹം രാജയോഗ പരിശീലനങ്ങളാണ് സ്കൂളുകളിൽ പ്രധാനമായും അദ്ദേഹം നൽകിയിരുന്നത്. സ്കൂളിലെ രാജയോഗ പരിശീലകനായ അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? രാജയോഗയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നത്. സ്കൂളുകളിലെ രാജയോഗ പരിശീലിപ്പിച്ചതിനാണ് അദ്ദേഹം ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേരില് അറിയപ്പെട്ടു. കേൾക്കുന്നുണ്ടോ? വാനൂരിലാണ് അദ്ദേഹം ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്. വാനൂരി എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെയാണ് അദ്ദേഹം ശിവയോഗി സിദ്ധന്മാരുടെ സിദ്ധാശ്രമം സ്ഥാപിച്ചത് 1893 വാനൂരിൽ, അതായത് പാലക്കാട് ജില്ലയിലെ ശിവയോഗി അദ്ദേഹം എന്താണ് ഒരു സിദ്ധാശ്രമം സ്ഥാപിക്കുകയുണ്ടായി. 1893 സിദ്ധാശ്രമം അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആലത്തൂർ ശിവയോഗി. ഇതാണ് ആലത്തൂർ ശിവയോഗി എന്ന പേരിലും ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്നുണ്ട്. അതായത് ആലത്തൂർ ജില്ലയിലെ സ്കൂളിലാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. അതിനാൽ തന്നെ എന്താണ് അദ്ദേഹം ആലത്തൂർ ശിവയോഗി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആലത്തൂർ ശിവയോഗി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി.
ഇനി അദ്ദേഹം രചിച്ച പ്രസിദ്ധമായ കൃതിയാണ് മോക്ഷപ്രദീപം. ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് അല്ലെ. മോക്ഷപ്രദീപം എന്ന കൃതിയാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1905 അല്ലെ. 1905 മോക്ഷപ്രദീപം എന്ന കൃതി അദ്ദേഹം പ്രസിദ്ധീകരിച്ച വർഷം 1905. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതെല്ലാം? ഇതിന്റെ മറ്റു കൃതികൾ ശിവയോഗരഹസ്യം. ശിവയോഗരഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി. സ്ത്രീ വിദ്യാപോഷിണി, മോക്ഷപ്രദീപം, വിഗ്രഹാരാധനാ ഖണ്ഡനം. വിഗ്രഹാരാധനാ ഖണ്ഡനം, രാജയോഗ പരസ്യം. രാജയോഗ പരസ്യം, ആനന്ദകുമ്മി. ബ്രഹ്മാനന്ദ ശിവയുടെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആനന്ദകുമ്മി ആരുടെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നോട്ട് ചെയ്യുക, ആനന്ദകുമ്മി പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസില്. ആനന്ദഗാനം, ആനന്ദസൂത്രം, ആനന്ദ സോപാനം, ആനന്ദ വിമാനം, ആനന്ദ ഗുരുഗീത, സിദ്ധാനുഭൂതി, ബ്രഹ്മസങ്കീർത്തനം. ബ്രഹ്മസങ്കീർത്തനം. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളില് വരുന്നവയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരാണിത് സാരാഗ്രഹി. സാരാഗ്രഹി എന്താണ്? തന്റെ ആശയങ്ങളും ദർശനങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച പ്രസിദ്ധീകരണത്തിന്റെ പേരാണെന്ത്? സാരാഗ്രഹി. സാരാഗ്രഹി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് സാരാഗ്രഹി. സാരാഗ്രഹി. ഇനി ഇദ്ദേഹം വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ, വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചിരുന്നു. ഉദരനിമിത്തമെന്ന് പരിഹസിച്ചിരുന്നു. എന്താണ്? വനവാസികളെയും ഭിക്ഷാടകരെയുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ച നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഇനി അദ്ദേഹം സ്ഥാപിച്ച മറ്റൊരു സഭയാണ് മഹാ ആനന്ദ മഹാസഭ. 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ആനന്ദ മഹാസഭ, ആനന്ദമഠം കേട്ടോ. ആനന്ദമഠം, ആനന്ദ മഹാസഭ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. 1918 ഇത് സ്ഥാപിക്കുന്നത്. ആനന്ദസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യോഗിനി മാത. ആനന്ദസഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യോഗിനി മാത. ഓക്കെ, ഇനി അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു മതം ഉണ്ടായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി വിശ്വസിച്ചിരുന്ന മതമായിരുന്നു ആനന്ദമതം. ആനന്ദമതം എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം തന്റെ മതമായിട്ട് സ്വീകരിച്ചിരുന്നത്. ആനന്ദ മതത്തെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അതിൽ സ്വീകരിച്ചിരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കൃതികളും ആശയങ്ങളും ദർശനങ്ങളുമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നത്. ഓക്കെ, അദ്ദേഹം സ്വീകരിച്ച മതം, അത് വിശ്വസിച്ച മതമാണിത് ആനന്ദ മതം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ,
ഇനി അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ നിന്നാണ് നോക്കുന്നത്. മനസ്സിലെ ശാന്തി സ്വർഗവാസവും, മനസ്സിലെ ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ്. വേറെ സ്വർഗാനന്തരങ്ങളില്ല, വേറെ സ്വർഗ നഗരങ്ങളില്ല, സ്വർഗ നരകങ്ങളില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ദർശനമാണ് ഇത് ആനന്ദ ദർശനം. ആനന്ദ ദർശനത്തിലാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താണ് സൂചിപ്പിക്കുന്നത്? മനസ്സിലെ ശാന്തി, മനസ്സിലെ ശാന്തി എന്ന് പറയുന്നത് സ്വർഗവാസവും അശാന്തി നരകവുമാണ്. വേറെ സ്വർഗ നരകങ്ങളില്ല എന്ന് അദ്ദേഹം പരാമർശിക്കുന്നത് ആനന്ദ ദർശനം എന്ന അദ്ദേഹത്തിന്റെ ആശയത്തിലാണ്. ആനന്ദ ദർശനം. ഇനി ആനന്ദജാതി എന്നൊരു പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ആരാണ്? ആനന്ദജാതി എന്ന ഒരു പുതിയ ആശയത്തിന് തുടക്കമിട്ടത് ആരാണ്? ആരാണ്? ആനന്ദജാതി എന്ന ആശയത്തിന് തുടക്കമിട്ടത് ആരാണ്? ആരാണ് കുട്ടികളെ? ബ്രഹ്മാനന്ദ ശിവയോഗി. ഓക്കെ. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ എന്താണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നതും ആരാണ്? ആ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നതും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകള് അത്രയുമാണ്. ഓക്കെ, നോക്കി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ചാവറാസ് അച്ഛനേട്ട, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏലിയാസ് ചാവറാച്ചനാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ചൻ. 1805 ഫെബ്രുവരി 10-നാണ് അദ്ദേഹം ജനിക്കുന്നത്. 1805 ഫെബ്രുവരി 10-നാണ് അദ്ദേഹം ജനിക്കുന്നത്. പിതാവ് ഐക്യോ കുര്യാക്കോസ്, പിതാവ് ഐക്യോ കുര്യാക്കോസ്. മാതാവ് മറിയം തോപ്പിൽ, മാതാവ് മറിയം തോപ്പിൽ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് അദ്ദേഹം ജനിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ജനിച്ചത്. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, അദ്ദേഹത്തിന്റെ വിശേഷണമാണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന കേരള ചരിത്രം വിശേഷിപ്പിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? കുര്യാക്കോസ് അച്ഛൻ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, ആ പേര് ഓർത്തുവയ്ക്കുക. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകനാണ് ആര്? ഏലിയാസ് അച്ഛൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഇനി ദൈവദാസൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ഏലിയാസ് അച്ഛൻ. ദൈവദാസൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദൈവദാസൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ദൈവദാസൻ എന്നറിയപ്പെടുന്നത് ഏലിയാസ് അച്ഛനാണ്. അനുഗ്രഹീത പുരോഹിതൻ
ശ്രേഷ്ഠൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന മറ്റൊരു വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട്. എന്താണ്? അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. കേരള സാക്ഷരത പിതാവെന്നോ എന്താണ് കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ എന്ന പേരിലൊക്കെ പല പല വിശേഷണങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സംഘത്തിന്റെ പേരാണ് CAI, കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. CMI. അദ്ദേഹം സ്ഥാപിച്ച സന്യാസ സംഘത്തിന്റെ പേരാണ് കാർമലൈറ്റ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് കേട്ടോ. അദ്ദേഹത്തിന്റെ സന്യാസ സംഘത്തിന്റെ പേരാണ്. ഇതിൽ ആദ്യത്തെ ക്രിസ്ത്യാനിയ സന്യാസി സഭയായിരുന്നു CMI സന്യാസി സഭ. എങ്കിൽ ആദ്യത്തെ സന്യാസി സഭയായിരുന്നു ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ. കേരളത്തിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചനാണ്. അത് ക്ലിയർ ആവുന്നില്ലേ? ശബ്ദമാണ് ക്ലിയർ ആവുന്നത്? കേൾക്കാമോ? എന്താണ് അദ്ദേഹം സ്ഥാപിച്ച ആദ്യത്തെ ക്രിസ്ത്യാനിയ സന്യാസി സംഘടനയുടെ പേരാണെന്ത്? CMI എന്ന് പറയുന്ന സന്യാസി സഭ. ഇനി അദ്ദേഹത്തിന്റെ ഇതിന്റെ ആ സഭയുടെ അത് സുപ്പീരിയർ ആയിട്ടും അറിയപ്പെടുന്നതും ചാവറാസ് ഏലിയാസ് അച്ഛനാണ് കേട്ടോ. ഇനി കേരളത്തിലെ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് അച്ഛനാണ്. കേരളത്തിലെ വിദേശിയുടെ സഹായമില്ലാതെ തന്നെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചതും ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. ഓക്കെ അല്ലേ? അദ്ദേഹം സ്ഥാപിച്ച ആദ്യ അച്ചടിശാലയുടെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. അദ്ദേഹം സ്ഥാപിച്ച ആദ്യ അച്ചടിശാലയുടെ പേരാണ് സെന്റ് ജോസഫ് പ്രസ്. മാന്നാനത്താണ് ഇത് ആദ്യമായി സ്ഥാപിച്ചത്. മാന്നാനത്താണ് സെന്റ് ജോസഫ് പ്രസ് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. കേരളത്തിൽ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് ഏത്? സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ സ്ഥാപിച്ച മൂന്നാമത്തെ അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ്. ഓക്കെ. ഇനി ഇതിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകം അല്ലെ അച്ചടിച്ച പുസ്തകത്തിന്റെ പേരെന്താണ്? ജ്ഞാനപീയൂഷം. അദ്ദേഹം സ്ഥാപിച്ച അച്ചടി സ്ഥാപനമായ സെന്റ് ജോസഫ് പ്രസ്സില് ആദ്യമായി അച്ചടിച്ച പുസ്തകത്തിന്റെ പേരാണ് ജ്ഞാനപീയൂഷം. ജ്ഞാനപീയൂഷം അപ്പൊ ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറച്ചനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു കേട്ടോ. നോക്കാം. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? പള്ളികളോട് ചേർന്നിട്ട് എന്താണ്? പള്ളിക്കൂടങ്ങൾ അല്ലെ? പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെട്ടിരുന്നതാണ് പള്ളിക്കൂടം അല്ലെ? പള്ളികളോട് ചേർന്ന് സ്ഥാപിച്ച സ്കൂളുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് പള്ളിക്കൂടം. അദ്ദേഹം നിരവധി പള്ളികളോട് ചേർന്ന് അദ്ദേഹം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം പണിതുണ്ടാവുക പള്ളിക്കൂടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇദ്ദേഹം വിദ്യാലയങ്ങളില് എന്താണ് ഉച്ചഭക്ഷണത്തിനായി ആരംഭിച്ച ഒരു സംരംഭം ഉണ്ടായിരുന്നു. അതിനെയാണ് പിടിയരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളില് ചാവറയച്ചൻ ആരംഭിച്ച സംരംഭമാണ് പിടിയരി സമ്പ്രദായം.
ഉച്ചഭക്ഷണത്തിനായി വിദ്യാലയങ്ങളില് ചാവറയച്ചൻ ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് എന്ത്? പിടിയരി സമ്പ്രദായം. എന്താണ്? പിടിയരി സമ്പ്രദായം. എന്തിനു വേണ്ടിയിട്ടാണ്? ഉച്ചഭക്ഷണത്തിനായിട്ട് വിദ്യാലയങ്ങളിൽ ആരംഭിച്ച ഒരു സംരംഭത്തിന്റെ പേരാണ് പിടിയരി സമ്പ്രദായം. ഇനി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ബോർഡിംഗ് സ്കൂള് ആരംഭിച്ചത് ആരാണ്? പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ബോർഡിംഗ് സ്കൂള് സ്ഥാപിച്ചത് ആരായിരുന്നു? ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബോർഡിംഗ് സ്കൂള് ആദ്യമായിട്ട് സ്ഥാപിച്ചത് ചാവറ ഏലിയാസ് അച്ഛനാണ്. ഓക്കെ. ഇനി അതെവിടെയാണ്? എറണാകുളം ജില്ലയിലെ കൂനന്മാവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഒരു ബോർഡിംഗ് സ്കൂള് തയ്യാറാക്കിയെന്ന് പറഞ്ഞില്ലേ, സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ല. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലെ കൂനന്മാവ് എന്ന സ്ഥലത്താണ് പെൺകുട്ടികൾക്കായിട്ടുള്ള ആദ്യ ബോർഡിംഗ് സ്കൂൾ അദ്ദേഹം സ്ഥാപിക്കുന്നത്. ഇനി അദ്ദേഹം അന്തരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 1871 കൂനന്മാവിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. 1871 കൂനന്മാവിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഓക്കെ. നമ്മളുടെ അടുത്ത സ്ഥലമല്ലേ കൂനന്മാവ്? എറണാകുളം ജില്ലയിലെ അടുത്ത സ്ഥലമാണ് കൂനന്മാവ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങളെ സൂക്ഷിപ്പിച്ചിരിക്കുന്ന പള്ളിയാണ് സെന്റ് ജോസഫ് പള്ളി. മാന്നാനത്ത് സെന്റ് ജോസഫ് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് തിരുശേഷിപ്പുകള് ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. തിരുശേഷിപ്പുകൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഭൗതികാവശിഷ്ടം അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? സെന്റ് ജോസഫ് പള്ളി, മാതാനത്തുള്ള സെന്റ് ജോസഫ് പള്ളിയിലാണ് അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇദ്ദേഹത്തിനോടും ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് എന്താണ് ആദരസൂചകമായി അദ്ദേഹത്തിന്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ ചാവറച്ചനോടുള്ള ആദരസൂചകമായിട്ട് സ്റ്റാമ്പ് പുറപ്പെടുവിച്ച വർഷമാണ് 1987 ഡിസംബർ 20. ഓർത്ത് വെക്കാട്ടെ, പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചാവറച്ചനോടുള്ള ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 1987 ഡിസംബർ 20. 1987 ഡിസംബർ 20 ചാവറച്ചനുമായി ബന്ധപ്പെട്ട് ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പ ആരാണ്? ചാവറച്ചനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയ മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ചാവറച്ചനെ ധന്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ ചാവറച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷമാണ് 1986 ഫെബ്രുവരി 8. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചാവറച്ചനെ എന്താണ് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച വർഷം 1986 ഫെബ്രുവരി 8. ഫെബ്രുവരി 8 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ച വർഷം. ഇനി ചാവറച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ചാവറച്ചനെ വിശുദ്ധനായും പ്രഖ്യാപിച്ച വർഷം പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പൊ ചാവറച്ചന് പറഞ്ഞ വിശുദ്ധ പദവി കൊടുത്തത് ആരാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഇതെല്ലാമാണ് ആത്മാനുതാപം, ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് കേട്ടോ. ആത്മാനുതാപം എന്ന് പറയുന്നത് ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ്. ഓക്കെ, ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ്
ആത്മാനുതാപം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതികളിൽ വരുന്നവയാണ്. അനസ്റ്റാസിയുടെ രക്തസാക്ഷ്യം, നാളാകാമങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നല്ല അപ്പന്റെ ചാവരുകൾ, നല്ല അപ്പന്റെ ചാവരുകൾ, കനോല നമസ്കാരം, കനോല നമസ്കാരം, മരണപർവം, മരണപർവം, 40 മണിയുടെ ക്രമം, 40 മണിയുടെ ക്രമം, മരണവീട്ടിൽ പാടുവാനുള്ള പാന, മരണവീട്ടില് പാടുവാനുള്ള പാന. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഏറ്റവും പ്രീവിയസ്ലി ചോദിക്കുന്നത് ഏതാണ്? ആത്മാനുതാപമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള കൃതിയാണ് ആത്മാനുതാപം. ആത്മാനുതാപം എന്ന് പറയുന്നത് ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ക്രിസ്തീയ ഖണ്ഡകാവ്യമാണ് ആത്മാനുതാപം. ഇനി ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഫാദർ തോമസ് മന്തപ്ലാക്കിൽ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് എ പേൾ ട്രൂലി ഇന്ത്യൻ. എ പേൾ ട്രൂലി ഇന്ത്യൻ എന്ന് പരാമർശിക്കുന്നത് ആരെയാണ്? ചാവറ സച്ചിനെയാണ്. അതാരാണ് എഴുതിയത്? ഫാദർ തോമസ് പന്തപ്ലാക്കൽ. ഫാദർ തോമസ് പന്തപ്ലാക്കൽ എഴുതിയതാണ് എ പേൾ ട്രൂലി ഇന്ത്യൻ. എ പേൾ ട്രൂലി ഇന്ത്യൻ. ഇനി എം കെ സാനു എഴുതിയതാണ്. അച്ഛനെ കുറിച്ച് എം കെ സാനു എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. അതെഴുതിയതാണ് എം കെ സാനു മാഷ് എഴുതിയതാണ്. അതൊരു ജീവചരിത്ര ഗ്രന്ഥമാണ്. ചാവറയച്ചനെ കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ് ജീവിതം തന്നെ സന്ദേശം, വിശുദ്ധ ചാവറയുടെ ജീവിതം. ആരാണ് എഴുതിയത്? എം കെ സാനു മാഷ്. ഇതിനുമായി പറയുമ്പോൾ ഒരു വാഴത്തട വിപ്ലവത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വാഴത്തട വിപ്ലവം എന്താണ്? യൂറോപ്യൻ കുത്തകയായിരുന്ന അച്ചടി സാങ്കേതിക വിദ്യയെ യൂറോപ്യൻ സഹായമില്ലാതെ കേരളത്തിലെ തനതായി ആവിഷ്കരിച്ച വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ അച്ചടി സ്ഥാപനം സ്വന്തമായി സ്ഥാപിച്ചതാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അല്ലെ. അതായത് യൂറോപ്യന്മാരാണ് ആദ്യം ഇത് കൊണ്ടുവന്നെങ്കിലും ഇവിടെ സ്വന്തമായത് സ്ഥാപിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ സ്ഥാപിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങള് അച്ചടിക്കുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തില് മലയാള അച്ചടി രംഗത്ത് ഉണ്ടാക്കിയ മാറ്റമാണ് എന്താ വാഴത്തട വിപ്ലവമായിട്ട് അറിയപ്പെടുന്നത്. എന്നോട് ശ്രദ്ധിക്കാം. 1846 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ നേതൃത്വത്തിൽ മലയാളി അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റമാണ് വാഴത്തട വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ട് വരുന്നു? ഏലിയാസ് കുര്യാക്കോസ് അല്ലെ. കുര്യാക്കോസ് ഏലിയാസ് ചാവറസിനായിട്ട് ബന്ധപ്പെടുന്നതാണ് വാഴത്തട വിപ്ലവം. ഓർത്തിരിക്കുക കേട്ടോ. 1846 കേട്ടോ. ഓക്കെ. അപ്പൊ കുര്യാക്കോസ് ഏലിയാസ് ചാവറനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇനി ക്ലിയർ ആണോ? നിങ്ങൾക്കും അബ്ദുൽ ഖാദർ മൗലവി കൂടിയേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലെ. ബാക്കിയെല്ലാം നമ്മള് നോക്കിയതാണ്. അതിന് കൂടെ ഉള്ളൂ. ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ.